ഇന്നില്ലേ അരിപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റിയായ വെള്ളപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ട് വെള്ളപ്പം തയ്യാറാക്കാൻ നല്ല സോഫ്റ്റായ വെള്ളപ്പം കിട്ടും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 2 കപ്പ് അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ സാധാരണ അരി പൊടിച്ച അരിപ്പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇതുപോലെ തയ്യാറാക്കാം. നല്ല മിക്സായി കിട്ടുമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് മിക്സിയിലിട്ട് അരക്കാനുള്ളതാണ്. അപ്പോൾ അതാ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയാണ്, ഒരു മുറി തേങ്ങ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചോറും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുകയാണ് അരഞ്ഞ് കിട്ടാനായിട്ട്. ഇനി ഇതാ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അപ്പോൾ ഇതാ ഈ ഒരു കുപ്പിയുടെ 1/4 ഭാഗം ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ അരച്ച് വെക്കുന്നത്. ഇത് നമുക്ക് രാവിലെ എടുക്കാനുള്ളതാണ്. ഇനി മിക്സി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് കുറച്ച് ലൂസിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ടിത് നല്ലൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ. ഇനി നമുക്ക് രാവിലെ ചുടാനുള്ളതാണ്. അപ്പോൾ ഇതാ നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പിട്ടെടുത്തതിന് ശേഷം നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായ വെള്ളപ്പം തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ അരിയൊക്കെ അരച്ച് ചുടുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയായ വെള്ളപ്പം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അരി കുതിർത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ഇത് അതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം എന്നിട്ടൊന്ന് മൂടി വെക്കുക. ഇതാ അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായ അടിപൊളി വെള്ളപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളപ്പം നമ്മൾ അരിയൊക്കെ അരച്ച് ചുടുന്നതിനേക്കാളും നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് ഒന്ന് മൂടി വെക്കുക കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായ വെള്ളപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി രാവിലെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. പരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. കുക്കർ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇത് ചൂടായി വന്നതിന് ശേഷം
അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെയാണ് കേട്ടോ. ഇതിട്ടിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. 2 തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 സവോള ചെറുതായി അരിഞ്ഞതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്നിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. കാണുന്നവരല്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. എണ്ണയിൽ ആ മസാലയൊക്കെ വഴറ്റിയതുകൊണ്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് മല്ലിയിലയാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ചപ്പാത്തി, പൊറോട്ട, വീടൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ വരട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.